ഞാനിന്ന് വളരെ ഈസി ആയിട്ടുള്ള ഒരു ലഞ്ചാണ് കേട്ടോ കാണിക്കുന്നത്. ലഞ്ച് ഉണ്ടാക്കാൻ മടി വന്നപ്പോൾ ഞാൻ ചിക്കനും വെജിറ്റബിൾസും ഒക്കെ കൂടെ ചേർത്തിട്ട് ഒരു ഈസി ആയിട്ട് ചിക്കൻ വെജിറ്റബിൾ ബിരിയാണി തയ്യാറാക്കി. നല്ല ടേസ്റ്റ് ആയിരുന്നു. കറിയുടെ പോലെ ആവശ്യമില്ലാത്ത നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെജിറ്റബിൾ ചിക്കൻ ബിരിയാണിയാണ്. തൈരും അച്ചാറും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല കുശാലായിട്ട് കഴിക്കാം. അപ്പോൾ എങ്ങനെയാണ് വളരെ ഈസി ആയിട്ടുള്ള ഈ ഒരു റൈസ് തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ ചിക്കൻ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാനിന്നിവിടെ എടുത്തിരിക്കുന്നത് 4 കപ്പ് ബസ്മതി റൈസാണ്. സാധാരണ ബസ്മതി റൈസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം ജീരകശാല റൈസ് അല്ലെങ്കിൽ സെല്ല ബസ്മതി റൈസ് അതൊക്കെ ഉപയോഗിക്കാം. പച്ചരി വെച്ചിട്ട് പോലും ഈ ഒരു റൈസ് തയ്യാറാക്കിയെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ അരി നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. കഴുകിയതിന് ശേഷം ഇതുപോലെ വെള്ളമൊഴിച്ച് വെക്കുക. ഒരു 10-20 മിനിറ്റ് ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് മസാല തയ്യാറാക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോഗ്രാം ചിക്കനാണ്. ചിക്കൻ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ കറിക്ക് വേണ്ടി കട്ട് ചെയ്യുന്നതിനേക്കാളും ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. 1 കിലോഗ്രാം ചിക്കൻ നല്ലതുപോലെ കഴുകി എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു വലിയ പാത്രം എടുത്തിട്ടുണ്ട്. കാരണം ഇതിൽ തന്നെയാണ് ചോറും കൂടി ഇട്ടിട്ട് നമ്മൾ ഒന്ന് ചൂടാക്കി എടുക്കുന്നത് ഏറ്റവും അവസാനം. ഒരു വലിയ പാത്രം ചൂടാക്കിയതിന് ശേഷം ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ഈ ഒരു റൈസിൽ ഒരുപാട് ഓയിലൊന്നും ചേർക്കുന്നില്ല. ഈ ഒരു 3 ടേബിൾ സ്പൂണും പിന്നെ റൈസിൽ 1 ടേബിൾ സ്പൂണും ആകെ അത്രയും ഓയിൽ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് 1 മിനിറ്റ് വരെ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചിക്കൻ്റെ ഒരു പിങ്ക് കളറൊക്കെ ഒന്ന് മാറി വരണം. അപ്പോൾ ഇളക്കുന്നതിൻ്റെ ഇടയിൽ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്കിതിലേക്ക് ചേർക്കാം. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ആ ഒരു പിങ്ക് കളറൊക്കെ മാറി നല്ലൊരു വെള്ള കളറായി മാറിയിട്ടുണ്ട്. അങ്ങനെ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 1 മിനിറ്റിലധികം നല്ലതുപോലെ അങ്ങ് ഇളക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ നമുക്കിതിവിടെ അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ടൊരു 5 മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും ചിക്കൻ ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ടാവും. ചെറിയ പീസായിട്ടാണല്ലോ കട്ട് ചെയ്തത്. അപ്പോൾ ഒരു 5 മിനിറ്റ് ഇങ്ങനെ വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ചിക്കനിന് ധാരാളം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ചിക്കൻ ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 3/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 2 ക്യാരറ്റ് കട്ട് ചെയ്തത് ചേർക്കാം. പിന്നെ ഒരു 4 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാനിതിലേക്ക് ചേർക്കുന്നത് സോയാ സോസാണ്. ഒരു 4 ടേബിൾ സ്പൂൺ സോയാ സോസ് ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. നല്ല ഡാർക്ക് സോയാ സോസ് ആണെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ മതിയാവും. പിന്നെ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഹോട്ട് സോസാണ്. ഹോട്ട് സോസ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ പകരം 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർക്കാം. വിനാഗിരിക്ക് പകരം ചെറുനാരങ്ങ നീര് ചേർത്താലും മതി. ഒരല്പം കൂടി ഉപ്പ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നേരത്തെ ചേർത്തത് പോരാത്തതുകൊണ്ട് കുറച്ചുകൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് വീണ്ടും അടച്ച് വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും ഇതിലുള്ള ക്യാരറ്റും ഒക്കെ കൂടി നന്നായിട്ടൊന്ന് വെന്ത് വരും. അതിന് വേണ്ടിയിട്ട് ഒരു 3-4 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു വലിയ പാത്രത്തിലൂടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ചെറുതായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് വറ്റിച്ചെടുക്കല്ല, വെള്ളത്തിലിട്ടിട്ട് ഒന്ന് വാർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ധാരാളം വെള്ളം വച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വെള്ളത്തിലേക്ക് ഞാനൊരു 2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുകയാണ്. ഒരു വലിയ കഷ്ണം പട്ട ചേർക്കുന്നുണ്ട്. പിന്നെ 2 തക്കോലം, 2 ബേ ലീവ്സ് ഇത്രയും ചേർക്കാം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഞാൻ ഏകദേശം 1.5 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർക്കാം. ഞാനിന്ന് ഇതിന് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഈ ഒരു റൈസിന് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്ന വെള്ളം നല്ലതുപോലെ വെട്ടി തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് അരി ചേർക്കാം. നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച അരി അതിലെ വെള്ളം മുഴുവൻ കളഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുക്കുക.
അരി ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ അരി ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് തിളച്ച് തുടങ്ങിയാൽ ഒരു 7-8 മിനിറ്റ് സമയം കൊണ്ട് തന്നെ നമ്മുടെ ബസ്മതി റൈസ് വെന്ത് കിട്ടും. അപ്പോൾ ഈ അരി വേവുന്ന സമയം കൊണ്ട് നമ്മുടെ മസാല എന്തായി എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മളിത് അടച്ച് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്ന ക്യാരറ്റും ഒക്കെ കൂടി നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ചിക്കനും നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ക്യാപ്സിക്കം കട്ട് ചെയ്തത് ചേർക്കാം. ഏകദേശം 2 കപ്പോളം ക്യാബേജ് കട്ട് ചെയ്തത് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 3/4 കപ്പ് വരെ സ്വീറ്റ് കോണും കൂടി ചേർക്കുന്നുണ്ട്. സ്വീറ്റ് കോൺ നിർബന്ധമൊന്നുമില്ല കേട്ടോ, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർക്കുക. പിന്നെ ചില ആളുകൾക്ക് സ്വീറ്റ് കോൺ ഇഷ്ടമുണ്ടാവില്ല, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചേർക്കേണ്ടത്. ഇതിന് പകരം നിങ്ങൾക്ക് ഗ്രീൻ പീസ് ചേർത്താലും മതി. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾക്ക് എക്സ്ട്രാ എന്തെങ്കിലും വെജിറ്റബിൾസ്, കോളിഫ്ലവറോ അല്ലെങ്കിൽ ബീൻസോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇത്രയും വെജിറ്റബിൾസ് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും 1 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം. നമ്മളിപ്പോൾ ചേർത്ത വെജിറ്റബിൾസും കൂടി ഒന്ന് ചെറുതായിട്ട് വെന്ത് വരണം. 1 മിനിറ്റ് മതിയാവും ഇതൊക്കെ വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് റൈസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നല്ലപോലെ വെള്ളം തിളച്ചതിന് ശേഷം ഒരു 7-8 മിനിറ്റ് സമയം വെക്കുമ്പോഴേക്കും നമ്മുടെ റൈസ് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഒരുപാടങ്ങ് വെന്തുടഞ്ഞു പോവരുത്. ഒരു പാകത്തിനുള്ള ഏകദേശം ഒരു 85-90% വേവാകുമ്പോൾ തന്നെ നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റണം. അപ്പോൾ ഞാനിത് അടുപ്പത്തുനിന്ന് മാറ്റാണ്. എന്നിട്ട് നമുക്കിതിൽ വെള്ളം കളയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ക്ലിപ്പ് ഇട്ടിട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഏത് രീതിയിലാണോ ചോറിൻ്റെ വെള്ളം കളയുന്നത് ആ രീതിയിൽ കളഞ്ഞെടുത്താൽ മതി. ഇങ്ങനെയാകുമ്പോൾ നമുക്കൊന്നുകൂടി നല്ല എളുപ്പമാണ്. അപ്പോൾ വെള്ളം കളഞ്ഞതിന് ശേഷം നമുക്കിത് മസാലയിലേക്ക് ചേർക്കേണ്ടതാണ്. അപ്പോൾ 1 മിനിറ്റിന് ശേഷം നമുക്കിത് വീണ്ടും തുറന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ചേർത്ത ക്യാബേജും സ്വീറ്റ് കോണും അതുപോലെ തന്നെ ക്യാപ്സിക്കും ഒക്കെ കൂടി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലൊന്നും ചേർക്കാനില്ല. അപ്പോൾ വെള്ളം കളഞ്ഞെടുത്ത റൈസ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവൻ റൈസും മസാലയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. റൈസ് ഒന്ന് ഇതുപോലെ നിരത്തി കൊടുക്കാം. അതിനുശേഷം മുകളിൽ നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർക്കാം. സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി നമുക്ക് മുകളിൽ ഇങ്ങനെ വിതറി കൊടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് ചൂടാക്കിയെടുക്കാം. വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു 5 മിനിറ്റ് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി റൈസ് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് ഇതുപോലെ നമുക്ക് അടച്ച് വെക്കാം. അങ്ങനെ ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. നല്ലോണം പുകയൊക്കെ വരുന്നുണ്ട്, നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് പതുക്കെ ഇളക്കി നോക്കാം. ചൂടോടെ ഒരുപാട് ഇളക്കാതിരിക്കുകയാണ് നല്ലത്. ചോറ് പെട്ടെന്ന് ഉടഞ്ഞു പോവും. കുറച്ചൊന്ന് തണുത്തിട്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാനിതിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടൊന്ന് എടുത്തതാണ്. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് തണുത്തതിന് ശേഷമാണ് ഇതിപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തിരിക്കുന്നത്. ചൂടോടെ മിക്സ് ചെയ്താൽ ചോറ് മുഴുവൻ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം നമുക്കിത് വിളമ്പാൻ വേണ്ടിയിട്ട്. നല്ലതുപോലെ മസാലയും ചോറും കൂടി മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് വിളമ്പാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിന് ബിരിയാണി എന്ന് പറയുന്നതിനേക്കാളും ഒന്നുകൂടി ചേരുക ഫ്രൈഡ് റൈസ് എന്ന് പറയുമ്പോഴായിരിക്കും. ഏകദേശം ആ ഒരു രീതിയിലാണ് ഉള്ളത്. പക്ഷേ നമ്മൾ കുറച്ച് ഈസി ആയിട്ട് ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക്